കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി തന്നെ വെറും ഒരു സഹോദരനായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ ഭാസ്കരൻ പറയുന്നത് സുധീഷിനെ വല്ലാതെ ബാധിച്ചു. നിധിയെ എങ്ങനെയെങ്കിലും തൻ്റെ സ്വന്തമാക്കണം. എന്നാൽ നിധിയുടെ അടുത്തേക്ക് താൻ ഭർത്താവ് എന്ന രീതിയിൽ ചെല്ലുമ്പോഴേക്കും നിധി തന്നെ ആട്ടിപ്പായിക്കാണ് എന്ന സത്യമൊക്കെ സുധീഷിന് മനസ്സിലായി. സഹിക്കെട്ട സുധീഷ് നേരെ ബാറിൽ പോയി വെള്ളമടിച്ച് കുടിച്ചു കൂസായി നേരെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്ന് മാത്രമല്ല, നിധിയുടെ അനുവാദം പോലുമില്ലാതെ നേരെ നിധിയുടെ മുറിയിലേക്ക് ചെന്ന് അവളെ കീഴ്പ്പെടുത്താൻ നോക്കി. അങ്ങനെ നിധി അലർമുറയിട്ട് കരയുന്നതും കണ്ടുകൊണ്ടതിന് സുഭാഷേട്ടൻ എല്ലാവരും പിടിച്ചിട്ട് സുധീഷിനെ അങ്ങ് പിടിച്ചു പുറത്താക്കാണ്. മദ്യപിച്ച് ലെക്കുകെട്ട് വീട്ടിലേക്ക് വന്ന സുധീഷ് നിധിയെ എങ്ങനെയെങ്കിലും തൻ്റെ പാട്ടിലാക്കണമെന്ന ചിന്തയോടുകൂടിയായിരിക്കും നിധിയെ കയറി പിടിച്ചത്. ഇതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെയായിരിക്കും നിധി ഒച്ച വെച്ച് ബഹളം കൂട്ടിയത്. അങ്ങനെ നിധി ഒരു കടുത്ത തീരുമാനമെടുക്കുകയാണ്. സുധീഷ് തന്നോട് കാണിച്ചത് വലിയൊരു നെറുകേടാണെന്ന ചിന്ത അവളുടെ മനസ്സിൽ വല്ലാതെ കടന്നു നീറുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സുധീഷ് നല്ലവണ്ണം വെള്ളമടിച്ച് പാമ്പായിട്ടാണ് വന്നത്. പോരാത്തതിന് അവളുടെ കൂടെ കയറി കിടക്കാനും നോക്കി. നിധിക്കത് തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ആകെ തകർന്നു പോയ അവൾ ജോലിക്ക് പോയെങ്കിലും മനസ്സ് നിറയെ ആ ഒരു സംഭവങ്ങൾ തന്നെയായിരുന്നു. സുഭാഷേട്ടൻ വന്ന് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, മോൾ എന്തിനാ അത് കാര്യമാക്കിയത്, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ നിധിക്കെന്തോ ആകപ്പാത വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അവിടെ അന്ന് ജോലി സ്ഥലത്തെത്തിയപ്പോൾ തൊട്ട് അവളുടെ മുഖത്ത് സങ്കടം കണ്ട് കൂട്ടുകാർക്കെല്ലാവരും ആ ഒരു കാര്യം തിരക്കി. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ചു, നീ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്, എനിക്കവിടെ നിൽക്കാൻ എന്തെങ്കിലും ഒരു റൂം ശരിയാക്കി തരുമോ എന്ന്. ഇത് കേട്ട കൂട്ടുകാരെ ഞാൻ വാർഡനോട് ചോദിച്ചു കൊണ്ട് തന്നെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ കിട്ടിയ അത്രയും നല്ലത് എന്നൊക്കെ നിധി മറുപടി നൽകി. അങ്ങനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് നിധി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂട്ടി നേരെ ആ ഒരു ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് റൂം വേക്കൻസി ഉണ്ട്. ഒറ്റയ്ക്കുള്ള റൂമിന് 10,000 രൂപയും 2 പേർ ഷെയർ ചെയ്യുന്നതാണെങ്കിൽ 7,000 രൂപയാണ് വാടക എന്നറിഞ്ഞപ്പോൾ നിധിക്കത് അങ്ങ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം, അഡ്മിഷൻ കിട്ടണമെങ്കിൽ 3 മാസത്തെ ഫീസ് മുൻകൂട്ടി അടക്കണം. ഇത് കേട്ട നിധി ആകെ പെട്ടുപോയി. അത്രയും വലിയൊരു തുക അവളുടെ കയ്യിൽ അത്രയുമൊന്നും ഇല്ലായിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നിധി സത്യം തുറന്നു പറഞ്ഞു, എൻ്റെ കയ്യിൽ അത്രയൊന്നും പൈസയില്ല എന്ന്. എന്നാൽ പിന്നെ 1 മാസത്തെ ഫീസെങ്കിലും അടക്കാൻ അവർ പറഞ്ഞുവെങ്കിലും അത് കൊടുക്കാൻ പോലും നിധിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. പകുതി പൈസ ഇപ്പോൾ തരാം, ബാക്കി പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വാർഡ് സമ്മതിക്കുന്നില്ല. കൂട്ടുകാർ തൻ്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് തരാൻ പറഞ്ഞിട്ടും നിധി സ്നേഹത്തോടെ തന്നെ അത് നിരസിച്ചു. ഒടുവിൽ കൂട്ടുകാർ വാർഡനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പകുതി തുക അടച്ച് നിധിക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിധി നേരെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. വീട്ടിലെത്തി അവൾ തൻ്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അവൾ കാര്യങ്ങളെല്ലാം സുഭാഷേട്ടനോട് തുറന്നു പറഞ്ഞു. ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ ഒരു ലോക്കൽ ഗാർഡിയൻ വേണം, അതിന് സുഭാഷേട്ടൻ വേണമെന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ സുഭാഷിന് അത് വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീടാണ് നികേഷ് ഈ ഒരു കാര്യമെല്ലാം അറിയുന്നത്. അവനത് വല്ലാത്ത സങ്കടമായി. അവനെ തൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. സുധീഷ് കാണിച്ച ആ ഒരു വൃത്തികേട് കാരണമാണല്ലോ നിധി ചേച്ചി ഇങ്ങനെ വീട് വിട്ടു പോകുന്നത് എന്നോർത്തപ്പോൾ എല്ലാവർക്കും വല്ലാത്ത കുറ്റബോധമുണ്ടായിരുന്നു. ഇതിൽ നിധിയെ തെറ്റു പറയാനും പറ്റില്ല. ഇനി വീട്ടിൽ കിടന്നുറങ്ങിയ സുധീഷ് വീണ്ടും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. സുധീഷ് പിന്നീട് ഒരുപാട് തവണ സോറി പറഞ്ഞെങ്കിലും നിധി അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. തെറ്റ് ചെയ്താൽ പിന്നെ സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നായിരുന്നു അവളുടെ നിലപാട്. നിധി പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സുഭാഷും അവളെ എതിർക്കാനൊന്നും പോയില്ല. കാരണം തെറ്റ് അവരുടെ ഭാഗത്താണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് കയറി വന്നു. നിധി ഹോസ്റ്റലിലേക്ക് പോവുകയാണെന്ന വിവരം അറിഞ്ഞപ്പോൾ നികേഷ് ദേഷ്യം അടക്കാനാവാതെ സുധീഷിൻ്റെ കോളറിനങ്ങ് കയറി പിടിച്ചു. എടാ സുധീഷേ, നീ ഒരൊറ്റ കാരണമാ നിധിയെടുത്ത് ഇവിടെ നിന്ന് വീട് വിട്ടു പോകുന്നത്. നിനക്കറിയാമല്ലോ, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ വായിൽ തോന്നുന്നതെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. അന്നേരം സുധീഷ് ഓടിച്ചെന്ന് നിധിയുടെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. നിധി പ്ലീസ്, നീ പോവരുത്, എനിക്കന്നേരം ഒരബദ്ധം പറ്റിയതാ. ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നൊക്കെ അവൻ പറഞ്ഞു. അവൻ കേണു പറഞ്ഞു. പക്ഷേ നിധി അതൊന്നും തന്നെ വകവെച്ചില്ല. ഒടുവിൽ രാത്രിയായപ്പോൾ എല്ലാവരോടും യാത്ര ചോദിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങാണ്. പക്ഷേ സുധീഷിനോട് മാത്രം അവൾ യാത്ര പറഞ്ഞില്ല. ഹരീഷിനോടും ഭാസ്കരനോടും ഉൾപ്പെടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിധി സങ്കടത്തോടു കൂടി അവൾ അവിടെ നിന്നും പടിയിറങ്ങി. നിധിയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കാനായി സുഭാഷും കൂടെ പോയി. പോകുന്ന വഴിക്കൊക്കെ നിധിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. നികേഷിനൊക്കെ വിട്ടുപിരിയുന്നതിൽ അവൾക്ക് വലിയ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്കെത്തി സുഭാഷ് ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ ഒപ്പിട്ട് കൊടുത്തപ്പോഴാണ് അവൻ അറിയുന്നത് അവൾ പകുതി പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന്. ഉടനെ തന്നെ ബാക്കി തുക മുഴുവൻ സുഭാഷ് എടുത്തു കൊടുത്തു. സുഭാഷും കൂടി അവളെ തനിച്ചാക്കി തിരികെ പോന്നപ്പോൾ നിധിക്ക് ശരിക്കും സങ്കടം അണപൊട്ടി. ഇത്രയും ദിവസം വീട്ടിൽ എല്ലാവരും ഒത്ത് സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. തിരികെ വീട്ടിലേക്കെത്തി സുഭാഷിനെ കണ്ടപാടെ നികേഷ് ഓടിച്ചെന്നങ്ങ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ രാത്രി വീട്ടിൽ ആർക്കും തന്നെ ഒന്ന് ശരിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഹോസ്റ്റലിൽ നിധിക്കും ഉറക്കം വന്നില്ല.
മനസ്സ് നിറയെ ആ വീടിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. നികേഷ് ആണെങ്കിൽ സുഭാഷിനോട് ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. സുധീഷിനും അത് വല്ലാത്ത തിരിച്ചടിയായി പോയി. അവൻ നേരെ പോയി ഭാസ്കരനോടങ്ങ് കയർത്തു. നിങ്ങൾ ഒരൊറ്റൊരുത്തം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ എന്നെ ഒരു സഹോദരനെ പോലെ കാണുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ പോയി അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നിട്ടിപ്പോൾ എനിക്ക് അവളുടെ കൂടെ പോയി കിടക്കേണ്ടി വന്നില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ ഓരോന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഞാൻ അവളെ ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ അവളുടെ അടുത്തുനിന്ന് പോയി കിടന്നത് മാത്രമല്ലേ ഉള്ളൂ. അതും ഞാൻ ഇത്തിരി ബിയറടിച്ച് നല്ല ഫിറ്റായതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ പോയി കിടന്നത്. നീ പോയി നിന്റെ ഭാര്യയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ആ മദ്യലഹരിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അച്ഛൻ്റെ മേലങ്ങ് കുറ്റം മുഴുവൻ ചാർത്തി. ഇത് കേട്ട് ഭാസ്കരനും വിട്ടുകൊടുത്തില്ല. കുടിച്ചിട്ട് അവളുടെ അടുത്ത് പോയി കിടക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോടാ, ആരാടാ നിന്നോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു ഭാസ്കരന് സുധീഷിനെ കണക്കിനങ്ങ് ചീത്ത പറഞ്ഞു. അങ്ങനെ ആ ഒരു രാത്രി ഒരുവിധം അങ്ങ് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഹോസ്റ്റലിൻ്റെ ജനലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ സാക്ഷാൽ ഭാസ്കരൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു. ഇത്ര രാവിലെ തന്നെ അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് നിധി വേഗം തന്നെ താഴേക്ക് ചെന്നു. എന്താ അച്ഛാ ഇത്ര നേരത്തെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക്? അച്ഛൻ ഇത്ര രാവിലെ എഴുന്നേൽക്കാറ് പോലുമില്ലല്ലോ എന്ന് അവൾ ചോദിച്ചു. അതേ മോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അച്ഛാ, അകത്തേക്ക് ലേഡീസ് അല്ലാതെ ആരും കയറാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ സാരമില്ല, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് ഭാസ്കരൻ പറഞ്ഞു. അപ്പോഴാണ് ഭാസ്കരൻ ആ ഒരു സത്യം പറയുന്നത്. സത്യത്തിൽ സുധീഷിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല മോളെ, അവനെ പ്രകോപിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ നിന്നോട് ചെയ്തത്. പക്ഷേ നിധിക്കൊരിക്കലും അത് കേൾക്കേണ്ടായിരുന്നു. അച്ഛൻ വെറുതെ സുധീഷിന് വേണ്ടിയിട്ട് ഒത്താശ പിടിക്കാമെന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട. സുധീഷിൻ്റെ തനി സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതാണെന്ന് അവൾ തീർത്തും പറഞ്ഞു. മോളെ, തെറ്റ് എൻ്റെ ഭാഗത്താ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ തിരികെ വരണമെന്നൊക്കെ ഭാസ്കരൻ വീണ്ടും കെഞ്ചി. പറ്റില്ല അച്ഛാ, എനിക്കൊരിക്കലും അങ്ങോട്ടേക്ക് ഇനി വരാൻ പറ്റില്ല. കാരണം അവിടെ വന്നാൽ വീണ്ടും സുധീഷ് ഇതുപോലെ തന്നെ പെരുമാറില്ല എന്ന് ആര് കണ്ടു? താലി കെട്ടിയതിൻ്റെ ഹുങ്കിൽ എൻ്റെ കൂടെ കയറി കിടക്കുന്നതല്ലേ, അത് എനിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇനി എന്നെ അങ്ങോട്ടേക്ക് വരാൻ അച്ഛൻ നിർബന്ധിക്കരുത്. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെ അവൾ തറപ്പിച്ചങ്ങ് പറഞ്ഞു. പോട്ടെ മോളെ, എല്ലാം ഞാൻ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ സങ്കടത്തോടെ അവിടെ നിന്നും തിരികെ പോയി. വീട്ടിലേക്ക് എത്തിയ ഭാസ്കരനെ കണ്ടുടനെ തന്നെ ഹരീഷ് കയർത്തു. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങൾ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ പോയത്? അതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ കാണിച്ചത്. ഇന്ന് വരെ നിങ്ങളെക്കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ വന്നു കയറിയ പെണ്ണിനെ കൂടി നിങ്ങൾ ഇവിടെ നിന്നും ഓടിച്ചു വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹരീഷ് അച്ഛനെ വല്ലാത്ത ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സുഭാഷ് ഇടപെട്ടുകൊണ്ട് ആ വഴക്ക് അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് സുധീഷ് മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു. ഹോസ്റ്റലിൽ പോയി നിധിയെ കാണണം, എങ്ങനെയെങ്കിലും കാല് പിടിച്ച് സോറി പറഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം. അങ്ങനെ അവൻ നിധിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് ചെന്നു. താഴെ പോയി കുറേ അധികം വെയിറ്റ് ചെയ്തപ്പോൾ നിധി അങ്ങോട്ടേക്ക് വന്നു. അവളോട് അവൻ ഒരുപാടധികം സോറി പറഞ്ഞു. പക്ഷേ നിധി അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. പിന്നെ അവൻ അവളുടെ ഓഫീസിന് മുന്നിൽ പോയി നിൽപ്പായി. അവൾ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതുവരെ അവൻ അവിടെ തന്നെ കാത്തു നിന്നു. ഇടയ്ക്ക് അവളെ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും അവൾ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. കുറേ സോറി മെസ്സേജുകൾ അയച്ചെങ്കിലും നിധി അതൊന്നും തന്നെ മൈൻഡ് പോലും ചെയ്യില്ല. അവൾക്ക് സുധീഷിനോട് അത്രമാത്രം ദേഷ്യമായിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് നിധി ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴും സുധീഷ് ഗേറ്റിൻ്റെ പുറത്ത് അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയപ്പോയെ നിധിയോട് കൂട്ടുകാരികളെല്ലാം തിരക്കി ആരാതി, എന്താ പ്രശ്നമെന്നൊക്കെ. നിധിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചു, ഇത് നിന്റെ റിലേറ്റീവ് ആണല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് സോറി പറയുന്നത് എന്നൊക്കെ. ഒടുവിൽ വേറെ വഴിയില്ലാതെ തന്നെ സുധീഷ് തന്നെ അവർക്ക് അടുത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെ, ഞാനും ഇവളും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായി. ഞാൻ സോറി പറഞ്ഞിട്ടൊന്നും ഇവൾ കേൾക്കുന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അവൻ പറഞ്ഞു. ഇത് കേട്ട് കൂട്ടുകാരികൾ പറഞ്ഞു, ഇത്രയൊക്കെ സോറി പറയുന്നതല്ലേ, നീ അതൊന്ന് ക്ഷമിച്ചേക്ക് എന്ന്. അവൾക്ക് ഇതിൻ്റെ യഥാർത്ഥമൊന്നും അറിയില്ലല്ലോ, വെറും ഒരു റിലേറ്റീവാണെന്നൊക്കെ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണെന്നും സത്യനിധി ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഭാസ്കരൻ വീട്ടിൽ വലിയ ടെൻഷനിലായിരുന്നു. താൻ കാരണമാണല്ലോ അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്നൊക്കെ. താൻ സുധീഷിനോടൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. നികേഷിൻ്റെ കാര്യം കഷ്ടമായിരുന്നു. നിധി വീട്ടിലില്ലാത്തതിൻ്റെ സങ്കടം അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും സുധീഷും ഹരീഷും തമ്മിൽ അതേ ചൊല്ലി വീണ്ടും വഴക്കായി. നീ ഒരൊറ്റ കാരണമാടാ നിധിയെടുത്ത് ഇവിടെ നിന്ന് പോയത് എന്നൊക്കെ പറഞ്ഞ ഹരീഷ് ദേഷ്യത്തോടെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഭയങ്കര അടിയായി. ഇത് കണ്ട് ദേഷ്യം വന്ന സുഭാഷ് രണ്ടുപേരെയും കണക്കിനങ്ങ് ചീത്ത പറഞ്ഞു. അങ്ങനെ അന്നും അങ്ങ് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം നികേഷിന് ഭയങ്കര പനി പിടിച്ചു. ഇതിനു മുൻപ് പനി വന്നപ്പോൾ നിധിയായിരുന്നു അവനെ നോക്കിക്കൊണ്ടിരുന്നത്. സുഭാഷ് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ ആകെ വിഷമത്തിലായി. സുഭാഷേട്ടൻ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് നികേഷ് പറഞ്ഞപ്പോൾ സുധീഷും ഏറ്റു, ഞാൻ അവനെ നോക്കിക്കോളാമെന്ന്. എടാ, നീ കൃത്യമായി നോക്കില്ലേ, മരുന്നൊക്കെ ഫുഡൊക്കെ സമയത്ത് കൊടുക്കണമെന്നൊക്കെ സുഭാഷ് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് സുധീഷ് ഉറപ്പ് നൽകി. അങ്ങനെ നികേഷിനെ സുധീഷിനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ സുഭാഷ് ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോൾ സുഭാഷ് നിധിയെ ഫോൺ വിളിച്ച് ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ തിരക്കാണ്.
ഫുഡിൻ്റെ കാര്യം മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. തീരെ നല്ല ഫുഡൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സുഭാഷിന് വല്ലാത്ത വിഷമമായിരുന്നു. എന്നാൽ സുഭാഷ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉത്തരവാദിത്തമില്ലാതെ സുധീഷ് വീട് വിട്ടിറങ്ങിപ്പോയി. വീട്ടിൽ ഒറ്റക്കായ നികേഷിന് പനി വല്ലാതെ കൂടി. ഒടുവിൽ വൈകുന്നേരം പണി കഴിഞ്ഞ് സുഭാഷ് വീട്ടിലെത്തിയപ്പോൾ നികേഷ് പനിച്ചു വിറച്ച് കിടക്കുന്നതാ കാണുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ സുഭാഷിൻ്റെ ചങ്ക് തകർന്നു പോയി. അവൻ വേഗം തന്നെ നികേഷിൻ്റെ നെറ്റിയിൽ നനൻ തുണിയും മരുന്നൊക്കെ ഇട്ട് ആഹാരമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനൊന്നും കഴിക്കുന്നില്ല. രാത്രി സുധീഷ് വന്നപ്പോൾ സുഭാഷും ഹരീഷും ചേർന്ന് അവനെ അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ചു. നിന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ നിനക്ക് ആദ്യമേ പറയാമായിരുന്നില്ലേടാ? സ്വന്തം അനിയൻ ഇവിടെ പണിച്ചു വിറച്ച് കിടക്കുമ്പോഴാണോ നീ തെണ്ടാൻ പോയത്? രാവിലെ പോയതല്ലേ, ഒരു വാക്ക് പോലും പറയാതെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ദേഷ്യപ്പെട്ടു. അന്നേരം സുധീഷിൻ്റെ ന്യായം അവന് പനി കൂടുതലാണെങ്കിൽ എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ എന്നായിരുന്നു. രാത്രിയായപ്പോൾ നികേഷിന് ഭയങ്കര സങ്കടം വന്നു. അവൻ നിധിയെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് നിധിയെടുത്തേ കാണാൻ തോന്നുന്നു എന്നൊക്കെ അവൻ പറഞ്ഞു കരഞ്ഞു. മുൻപ് പനി വന്നപ്പോൾ ഒരു അമ്മയെപ്പോലെയാണ് നിധി അന്ന് അവനെ നോക്കിയത്. അതൊക്കെ ഓർത്ത് എനിക്ക് പനിയായിട്ട് എന്നെ നോക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് കരഞ്ഞു പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപാടെ നിധി വീട്ടിലേക്ക് പാഞ്ഞെത്തി. നികേഷ് കണ്ണു തുറന്നു നോക്കുമ്പോൾ നിധി മുന്നിൽ വന്ന് നിൽക്കുന്നു. എങ്ങനെയുണ്ടടാ നിനക്ക്? പനിയൊക്കെ മാറിയോ? ഒരു സ്വന്തം ചേച്ചിയുടെ സ്നേഹത്തോടു കൂടി തന്നെ അവനെ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. വന്ന സന്തോഷത്തിൽ നികേഷിന്റെ പകുതി അസുഖം അപ്പം തന്നെ മാറി. ഇത് കണ്ട് സുഭാഷിനും വലിയ സന്തോഷമായിരുന്നു. ഈ സമയത്താണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. നിധി അവിടെ കണ്ടപ്പോൾ അവൻ്റെ സ്വന്തം കണ്ണുകളെപ്പോലും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൾ വീട് വിട്ടു പോയതറിഞ്ഞ് നാട്ടുകാരൊക്കെ സുധീഷിനെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാര്യ പിണങ്ങിപ്പോയില്ലേ, നിങ്ങളുടെ വീട്ടിൽ പെണ്ണുകളൊന്നും വാഴില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കുമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നിധി നികേഷിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്നൊക്കെ. അപ്പോഴേക്കും സുഭാഷ് ചായയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. 2 ദിവസം ഹോസ്റ്റൽ ഫുഡ് കഴിച്ച മടുത്ത നിധിക്ക് ആ ഒരു ഭക്ഷണം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അത് കഴിച്ചത്. അവൾ പോവാനിറങ്ങിയപ്പോൾ നികേഷ് ചോദിച്ചു, നിധിയടുത്തേക്ക് ഇവിടെ നിന്നൂടെ എന്ന്. പോവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഏയ് പോവാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഇറങ്ങാൻ നേരം സുധീഷ് വീണ്ടും വന്ന് കെഞ്ചി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ഇങ്ങോട്ടേക്ക് വാ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ സമ്മതിക്കാതിരുന്നപ്പോൾ വേണമെങ്കിൽ ഞാൻ എവിടെ നിന്നും വീട് വിട്ടു പോയിക്കോളാം, നീ ഇവിടെ വന്ന് നിന്നാൽ മതിയെന്ന് സുധീഷ് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നിധി ഒന്ന് ചിന്തിച്ചു. വെറുതെ പറയുന്നതായിരിക്കുമെന്ന് തോന്നിയെങ്കിലും ഹോസ്റ്റലിൽ അവൾക്ക് തീരെ നിൽക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. വീടിനെയും നികേഷിനെയൊക്കെ കുറിച്ചുള്ള ചിന്തകൾ അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നികേഷിൻ്റെ പനിയും. പിന്നെ അവളൊന്നും നോക്കിയില്ല. നേരെ പോയി ഹോസ്റ്റൽ റൂം വെക്കേറ്റ് ചെയ്ത് അവൾ തിരികെ വീട്ടിലേക്ക് തന്നെ വന്നു. നിധി വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ സുധീഷിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായാലും ആ കുടുംബത്തിൽ വീണ്ടും സന്തോഷം നിറയാണ്. അവൾ തിരികെ വന്നപ്പോഴാണ് ഇത് ശരിക്കും ഒരു വീടായതെന്ന് നികേഷ് പറഞ്ഞു. ഇത്രയും ദിവസം ആകെ ടെൻഷനിലായിരുന്നു. നിധിയടുത്തി വന്നപ്പോഴാണ് ഈ വീട്ടിൽ ശരിക്കും ഒരു ഐശ്വര്യം വന്നത് എന്നൊക്കെ അവൻ സുഭാഷിനോട് പറഞ്ഞു. ഭാസ്കരനും ഹരീഷിനുമൊക്കെ അത് വലിയൊരു ആശ്വാസമായി. അവളില്ലാത്തപ്പോൾ എല്ലാവരും തമ്മിൽ ഭയങ്കര അടിയും വഴക്കുമായിരുന്നു. പണ്ടത്തെ പോലെ തന്നെ അവൾ വന്നാൽ ഇതിനൊരു മാറ്റം വരുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അവളുള്ള സമയത്ത് ആ വീട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ നിധി തിരികെ വീട്ടിലേക്ക് വന്നതോടുകൂടി തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.